RJ ബിഞ്ചുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഓണറിൽ ഇപ്പൊ ഷോ തുടങ്ങും. അപ്പൊ ആ ടൈമില് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. വെയിറ്റിംഗ് ആണ്. നമുക്ക് പതുക്കെ ഓണർ ആയിട്ടില്ല. സംസാരിക്കാൻ തുടങ്ങും. അന്നേരം നമ്മൾ ഇടിച്ചു കയറുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ തന്നെ എടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അത് കൊടുക്കില്ല. ബിജുന് കാണാനോ പാട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊട്ടും പേഷ്യൻസ് ഇല്ല. ഞങ്ങൾക്കൊട്ടും പേഷ്യൻസ് ഇല്ല. 1 2 3 Happy birthday to you. Happy birthday to you. Happy birthday dear Binju. Happy birthday to you. ഇത് ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മൈക്ക് ഓൺ ആക്കിയപ്പോ ഇവരെല്ലാരും കൂടിയിട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോ ബിഞ്ചു നമ്മളെ കണ്ട് ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കുന്നു. കേൾക്കുന്ന ആൾക്കാരുടെ പറയാണ് ഇന്ന് ബിഞ്ചുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്റ്റുഡിയോയിലേക്ക് ഒരു സർപ്രൈസ് കൊടുത്തൊരു ഗിഫ്റ്റും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ബിഞ്ചു ഹാപ്പി ബർത്ത്ഡേ. കൊടുത്തു കഴിഞ്ഞു. ഇനി ബിജു എന്താണ് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത്? സ്നേഹം. ഒരു കാര്യം ചെയ്തോ, നെക്സ്റ്റ് സോങ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ പാട്ടാണ്. പാടിയിരിക്കുന്ന സോങ്. ായതുകൊണ്ട് ഞാൻ അതൊന്നും ഇടില്ല. പിന്നെ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ വന്ന് വിഷ് ചെയ്യണ സമയത്ത് ഒരിക്കലും നന്നാവൂല എന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ച് വിഷ് ചെയ്തോ. ബിഞ്ചുവിന് വേണ്ട എല്ലാ ഗിഫ്റ്റും കൊടുക്കാം. ബിഞ്ചു തിരിച്ചും ഗിഫ്റ്റ് തരും. എല്ലാ വർഷം ഞാനത് തന്നെയാണ് പറയുന്നത്. ബട്ട് എനിവേസ് ബിഗ് താങ്ക് യു. ഞാനത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിന്റെ ആ ഒരു സർപ്രൈസും ഷോക്കിലാണ്. ഷോപ്പിംഗ് ഫീലാ കാണും. എനിവേസ് താങ്ക്സ് എ ലോട്ട്. ഇതേപോലെ ഒരുപാട് പേര് എനിക്ക് വിഷസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരോടും ഞാൻ പേഴ്സണലി തന്നെ ഒരു ബിഗ് താങ്ക് യു ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ സോങ് കമ്മിങ് അപ്പ് റൈറ്റ് ഹിയർ ഓൺ ആഫ്റ്റർനൂൺ റിക്വസ്റ്റ്. ഡു സ്റ്റേ ട്യൂൺഡ്.